യേശുവിനോടൊപ്പമുള്ള യാത്ര. ഇന്നത്തെ ചിന്താവിഷയം വിശ്വസ്തരാകാനുള്ള ദൈവവിളി. ധ്യാനത്തിനായുള്ള തിരുവചനം സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്. അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളുക. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ നമുക്ക് വേണ്ടുന്ന ഒരു ദൈവീക സ്വഭാവമാണ് വിശ്വസ്തത. നാം പലപ്പോഴും അവിശ്വസ്തരായിരുന്നാലും ദൈവം എപ്പോഴും വിശ്വസ്തനാകുന്നു. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്ന ഫലമാണ് വിശ്വസ്തത. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 9-ാം വാക്യം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. വേദപുസ്തകത്തിൽ ഉടനീളം ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം അരുളി ചെയ്യുന്ന ഓരോ വാക്കുകളും വാഗ്ദത്തങ്ങളും ദൈവം വിശ്വസ്തതയോടെ നിറവേറ്റുന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമാണ് നമ്മുടെ ദൈവം. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 3-ാം വാക്യം: കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. കർത്താവിൻ്റെ വിശ്വസ്തത നമ്മെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച് സംരക്ഷിക്കുന്നു. പരീക്ഷകളിൽ നമ്മെ വിടുവിച്ച് സഹായിക്കുന്നതും കർത്താവിൻ്റെ വിശ്വസ്തതയാണെന്ന് 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം വിശ്വസ്തനായിരുന്ന് പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഉണ്ടാക്കി നമ്മെ വിടുവിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ വിടുവിക്കുവാൻ ദൈവം വിശ്വസ്തനാകുന്നുവെന്ന് 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനും നീതിമാനും ആകുന്നു. വിശ്വസ്തനായ ദൈവം തൻ്റെ മക്കളായ നാം ഓരോരുത്തരും ദൈവത്തെ പോലെ വിശ്വസ്തരായിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തോടും മനുഷ്യരോടും ദൈവം ദാനം നൽകിയിരിക്കുന്ന കൃപകളോടും നാം വിശ്വസ്തരായിരിക്കണം എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ നാം എത്രത്തോളം അനുസരിക്കുന്നു എന്നത് ദൈവത്തോടുള്ള വിശ്വസ്തതയെ കാണിക്കുന്നു. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശ്വസ്തയോടെ ജീവിക്കുവാൻ ശ്രദ്ധിക്കാം. ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ബന്ധങ്ങളിൽ വിശ്വസ്തരായിരിക്കുവാൻ, ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുവാൻ, നമ്മുടെ ഓരോ വാക്കിലും വിശ്വസ്തരായിരിക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കാം. വിശ്വസ്തയോടെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് കർത്താവ് നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന തൻ്റെ പരിശുദ്ധാത്മാവാണ്. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയിലാണ് വിശ്വസ്തത എന്ന ഫലം പുറപ്പെടുന്നത്. ഈ നോമ്പിൻ്റെ നാളുകളിൽ ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തയോടെ ജീവിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമായ സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് എത്രത്തോളം വിശ്വസ്തനായിരിക്കുന്നു എന്ന് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളെ കാണിച്ചു തന്നതിനായി നന്ദി കർത്താവേ. ഞങ്ങളെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും പരീക്ഷകളിൽ സഹായിപ്പാനും പാപങ്ങൾ ക്ഷമിപ്പാനും അങ്ങ് വിശ്വസ്തനായിരുന്നതിനായി നന്ദി കർത്താവേ. വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഞങ്ങളെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ക്ഷമിക്കണമേ.
അങ്ങയുടെ നാമമഹത്വത്തിനായി അങ്ങയുടെ വിശ്വസ്ത സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.